ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു രാജ് ഇലക്ട്രോണിക്സ്. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഇൻവെർട്ടർ നിർമ്മിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ നിർമ്മിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ് സാധാരണ ഓഡിയോ ആംപ്ലിഫയറിൽ വരുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. 12.12 ആംപിയർ ട്രാൻസ്ഫോമറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി നമുക്ക് ഇൻവെർട്ടറിനായിട്ട് സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമർ ചെയ്തും നമുക്കൊരു ഇൻവെർട്ടർ നിർമ്മിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഏകദേശം ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. പല ഏരിയയിലും പല റേറ്റായിരുന്നു. ഞാനിപ്പോൾ കോഴിക്കോട് ഏരിയയിലെ റേറ്റാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതിൽ വേണ്ട എല്ലാ കോമ്പോണൻസും ഏകദേശം നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും മോസ്ഫെറ്റ്, IC, അതുപോലെ തന്നെ റെസിസ്റ്റർ, കപ്പാസിറ്റർ, .PCB, മൈക്ക ഷീറ്റ് എല്ലാം നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 200 രൂപയുടെ അടുത്ത് നമുക്ക് ഈ ഒരു ഫുള്ള് കോമ്പൗണ്ട്സിന് വരുള്ളൂ. ട്രാൻസ്ഫോമറിൻ്റെ റേറ്റ് എക്സ്ട്രാ വേറെ വരും, സ്വിച്ച്, മറ്റുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു ഹീറ്റ് സിങ്ക്, നല്ലൊരു ഹീറ്റ് സിങ്ക് ഇതിന് വേണം. കാരണം നമുക്ക് ഓവർ ടൈം വർക്ക് ചെയ്യാമെങ്കിൽ മോസ്ഫെറ്റ് ഹീറ്റ് ആവും. അതുകൊണ്ടാണ് നല്ലൊരു ഹീറ്റ് സിങ്ക് കൊടുക്കുന്നത്. ഈ ഹീറ്റ് സിങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ 2 മൈക്ക ഷീറ്റ് പറയുന്നുണ്ട്. ഈ 2 മൈക്ക ഷീറ്റാണ് നമ്മൾ ഈ മോസ്ഫെറ്റിൻ്റെയും ഹീറ്റ് സിങ്കിൻ്റെയും ഇടയിൽ വയ്ക്കാനുള്ള ഒരു ഷീറ്റാണ് ഈ മൈക്ക ഷീറ്റ് തന്നെ. അതായത് നമ്മൾ ഈ മോസ്ഫെറ്റും ഹീറ്റ് സിങ്കായിട്ട് ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മൈക്ക ഷീറ്റ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ടച്ച് ആയാലും എന്താ സംഭവം എന്താ വെച്ചാൽ അത് കറക്റ്റ് വർക്കിംഗ് കിട്ടില്ല. കാരണം ഷോർട്ടേജ് ആവും, പോസിറ്റീവ് തമ്മിൽ ഷോർട്ടാവും, അവിടെ സ്വിച്ചിങ് നടക്കില്ല. അപ്പോൾ മോസ്ഫെറ്റ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ മൈക്ക ഷീറ്റും അതുപോലെ തന്നെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് പ്രോപ്പറായി ഫിറ്റ് ചെയ്യണം. ഒരിക്കലും ഹീറ്റ് സിങ്കായിട്ട് മോസ്ഫെറ്റ് കോൺടാക്റ്റ് ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ സ്ക്രൂ ചെയ്യുന്ന ആ സ്ക്രൂവിനും ഒരു ബുഷ് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബുഷ് ഉപയോഗിക്കുന്നത്. അത് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യണം. അല്ലാതെ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ സ്ക്രൂ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താലും നമ്മുടെ ഈ മോസ്ഫെറ്റും ഹീറ്റ് സിങ്കായിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ചെയ്ത ബോർഡ് എന്ന് പറയുന്നത് സാധാരണ .PCBയിലാണ് ഞാനിപ്പോൾ ഈ ചെയ്തത്. കാരണം ഇതിൻ്റെ ഡിസൈനിങ് ഞാൻ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. നമുക്കിപ്പോൾ എല്ലാവർക്കും തന്നെ ഈ കോപ്പർ ക്ലാഡ് ഉപയോഗിച്ച് ബോർഡ് നിർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധാരണ .PCBയിൽ ചെയ്തത്. മറ്റുള്ളവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അതിൻ്റെ ഗർഭർ ഫയലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയും നിങ്ങൾക്ക് ആ ഒരു ഫയൽ തരുന്നതായിരിക്കും. ഏകദേശം ഈ ഒരു ബോർഡ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മോസ്ഫെറ്റ് ടെർമിനലിൽ P55 NF06 ആണ്. ഏകദേശം നമുക്കൊരു 100 വാട്ട്സ് മാത്രമേ ഇതിന് ഒരു ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കൊരു 12.12 ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 5 ആമ്പർ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 100 വാട്ട്സിന് താഴെ കിട്ടുകയുള്ളൂ. നമുക്ക് അതിനനുസരിച്ചുള്ള ട്രാൻസ്ഫോമർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 മോസ്ഫെറ്റ് വെച്ച് നമുക്കൊരു 100 വാട്ട്സ് വരെ ഔട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ ഇങ്ങനെ വരുന്നത് പ്രൈമറി സെക്ഷനിൽ 220 വോൾട്ടും സെക്കൻഡറി സെക്ഷനിൽ നമുക്ക് 12.5 ആമ്പിയർ ആണ്. അപ്പം അത് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് നോക്കി ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഒരു ബോർഡ് ചെയ്തതിൽ അതിൻ്റെ മോസ്ഫെറ്റിൻ്റെ ലെഗിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് നെഗറ്റീവ് സോൾഡർ ചെയ്തിടണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട വളരെ പ്രത്യേക ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ 1ാമത്തെ വയറും 3ാമത്തെ വയറും നമ്മുടെ ഈ മോസ്ഫെറ്റ് നേരത്തെ മാർക്ക് ചെയ്ത അതേ പൊസിഷനിൽ തന്നെ നമ്മൾ കറക്റ്റ് കണക്ട് ചെയ്യണം. ഒരിക്കലും മറ്റുള്ള ഭാഗങ്ങളായിട്ട് ടച്ച് ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ വയർ അത് ഈ ബോർഡിൽ കാണുന്നത് പോലെ, ഫോട്ടോയിൽ കാണുന്നത് പോലെ കറക്റ്റ് സോൾഡർ ചെയ്യുക. അവിടെ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ബാറ്ററിയിലേക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ള കണക്ട് ചെയ്യാനുള്ള പോസിറ്റീവ് വയറും അവിടെ തന്നെ സോൾഡർ ചെയ്യണം. ആ ഒരു വയറിൽ തന്നെ നമ്മൾ സ്വിച്ചിനുള്ള വയറും സോൾഡർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഫോട്ടോയിൽ കണ്ടാൽ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടാൽ അറിയാം എങ്ങനെയാണ് ആ വയർ കണക്ട് ചെയ്തതെന്ന്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കറക്റ്റ് കണക്ട് ചെയ്യണം. ഒരിക്കലും ഷോർട്ടേജോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകരുത്. ഷോർട്ടേജോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായാൽ നമ്മുടെ ഈ സർക്യൂട്ട് കറക്റ്റ് വർക്ക് ചെയ്യില്ല. അതിനുശേഷം നമ്മൾ ഒരു നല്ലൊരു പലക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറും ബോർഡും വളരെ നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് വയ്ക്കുക. തൊട്ടടുത്ത് തന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് നമ്മൾ സ്വിച്ചും അതുപോലെ തന്നെ അവിടെ കണക്ട് ചെയ്യുക.
ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയൊന്ന് നോക്കാം. അതിനായിട്ടിപ്പോൾ ഞാൻ ഇതിൽ കൊടുത്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ടാണ്. നമ്മൾ ഈ വയറെല്ലാം സോൾഡർ ചെയ്തതിന് ശേഷം നമ്മളൊരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ആ സോൾഡറിങ് ചെയ്ത ഭാഗങ്ങളൊക്കെ ശരിക്ക് ഒന്ന് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതിന് കൊടുത്ത വോൾട്ടേജ് തന്നെ 12 വോൾട്ട്. ഉപയോഗിച്ചതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു LED ബൾബാണ്. അപ്പോൾ നമ്മൾ ലോഡ് കൊടുത്തതിന് ശേഷം ഒരു LED ബൾബ് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാണ്. വോൾട്ടേജ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നോക്കി അതേ വോൾട്ടേജ് തന്നെ ഇപ്പോഴും കറക്റ്റ് കാണുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം ഔട്ട്പുട്ട് വോൾട്ടേജ് 215 വോൾട്ടേജാണ് ഓൺ ലോഡ് ഒരു LED ബൾബിൽ നമുക്ക് കാണുന്നത്. അതുപോലെ ഇതിൻ്റെ ഹെഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 60 ഹെഡ്സാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻവെർട്ടർ എന്ന് പറയുന്നത് സാധാരണ വെറൈറ്റി കോറിൽ ചെയ്യാമെങ്കിൽ ആ ഒരു DC AC ആണ് വരുന്നത്. അതായത് ഒരു ഫിൽട്ടർ ചെയ്ത AC ആണ് നമുക്ക് തരുന്നത്. പക്ഷേ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്കൊരു 50 to 60 ഹെർട്സിൽ വരെ കൺവേർട്ട് ചെയ്യുന്ന ഒരു കറണ്ടാണ് നമുക്ക് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കതിലൊരു ചെറിയ ഫാൻ വേണം വർക്ക് ചെയ്യിക്കാം. അതുപോലെ ചെറിയൊരു ഡ്രില്ലിംഗ് മെഷീൻ വേണം വർക്ക് ചെയ്യിക്കാം. TV വേണമെങ്കിൽ വർക്ക് ചെയ്യിക്കാം. നമുക്ക് കറണ്ട് വർക്ക് ചെയ്യുന്ന ഏതൊരു സംഭവം നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ തന്നെ വർക്ക് ചെയ്യിക്കാം. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ട്രാൻസ്ഫോമർ മാറ്റുന്നതനുസരിച്ച് മാത്രമാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വാട്ട് നമുക്ക് കൂട്ടാൻ കഴിയുള്ളൂ. ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന മാക്സിമം നമുക്കൊരു 60 വാട്ട്സ് 70 വാട്ട്സ് മാക്സിമം നമുക്ക് ഇതിന് ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.